ചിന്തയ്ക്ക് പറയുന്നൊക്കെ വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ദൈവമേ ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കുകളിലേക്ക് പോവാതെങ്കിലും വയറ്റിൽ വന്ന വാഹനത്തിന്റെ ബാക്ക് ലൈറ്റിന്റെ ആ ഭാഗമാണ് ഇടിച്ചത്. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? നടുവേദന മാറിയോ? ഞാനത് മറന്നു. അല്ലല്ല, പറയാൻ മറന്നു. അത് ഇന്നലെ ഒരു 12-15 നടുവേന പോയി. ജിമിക്ക് കമ്മൽ തൊട്ട് PhD പ്രബന്ധം തൊട്ട് അങ്ങ് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചാലും അതൊക്കെ എടുത്തിട്ട് വൈറൽ കട്ടുകളാവുക, പിന്നീട് അതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊരു സ്ത്രീ ആയതുകൊണ്ടാണോ? എന്താണ് ചിന്തയ്ക്കൊന്ന് പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പിന്നീട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, രാജമ്മ പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായ ബോധ്യത്തോടു കൂടിയും നിലപാടിൽ ഉറച്ചു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പക്ഷെ ചിന്ത പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ജിമിക്കി കമ്മൽ സംബന്ധിച്ചൊക്കെ ഒരു പാട്ടല്ലേ, ആ പാട്ടിന് ഇങ്ങനെയൊക്കെ എത്ര രൂപത്തിലൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അല്ല, അത് യഥാർത്ഥത്തിൽ ആ സമയത്ത് എനിക്ക് സംസാരിക്കാൻ തന്ന വിഷയം മാറുന്ന യൗവനം എന്നതായിരുന്നു. അപ്പോൾ അതിൽ പുതിയ കാലത്ത് വന്നിട്ടുള്ള ട്രെൻഡുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഹിറ്റാകുന്നത് ഇത്തരത്തിലുള്ള ഗാനങ്ങളാണ് എന്ന് പറഞ്ഞതാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ സംസാര ശൈലിയാണല്ലോ. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സംസാര ശൈലി വേറൊരു രീതിയിലാണ്. അത് ആ ഇരിക്കുന്ന ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പാർട്ടിയിൽ ഇങ്ങനെ വിവാദമൊക്കെ ആവുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രതികരണം? എങ്ങനെയാണ്? ചിന്ത കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതോ കുഴപ്പമില്ല ചിന്തയ്ക്ക് പിന്തുണ എന്ന രൂപത്തിലാണോ? എങ്ങനെയാണ്? എനിക്ക് നേരെ എന്തുമാത്രം വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം എൻ്റെ പാർട്ടിയാണ് എന്നെ എപ്പോഴും ചേർത്ത് നിർത്തിയിട്ടുള്ളത്. ആ ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നത്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ.